മലയാള സർവകലാശാല VC നിയമനത്തിന് സർക്കാർ 3-അംഗ പാനൽ സമർപ്പിച്ചു. താൽക്കാലിക VC ഡോക്ടർ എൽ സുഷമ വിരമിച്ച സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ആരൊക്കെയാണ് ഈ പാനലിലുള്ളത്? തീരുമാനമാവും വരെ താൽക്കാലിക VCയെ സുഷമ തുടരുമെന്നാണ്. തീർച്ചയായും മലയാളം സർവകലാശാലയിൽ നിലവിൽ താൽക്കാലിക വൈസ് ചാൻസലറാണ് ഡോക്ടർ എൽ സുഷമ. ഇവർ കഴിഞ്ഞ മെയ് 31-ന് വിരമിച്ചു. ആ സാഹചര്യത്തിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് 3 അംഗങ്ങൾ അടങ്ങിയ പട്ടിക, അതായത് VC നിയമനത്തിനായി നൽകിയിരിക്കുന്നത്. കേരള സർവകലാശാല മലയാളം പ്രൊഫസർ ഡോക്ടർ CR പ്രസാദ്, സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ ലിസി മാത്യു, MG സർവകലാശാലയിലെ ഡോക്ടർ PS രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് നിലവിൽ കൈമാറിയിട്ടുള്ളത്. സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ സുഷമ സർവീസിൽ നിന്നും വിരമിച്ചുവെങ്കിലും പുതിയ VCയായി നിലവിൽ പുതിയ താൽക്കാലിക VCയെ നിയമിക്കും വരെ തുടരും. 2025 UGC കരട് റെഗുലേഷനെതിരെ സർക്കാർ സംഘടിപ്പിച്ച സെമിനാറിൽ VCമാരെ സർക്കാർ ക്ഷണിച്ചിരുന്നു. ഇതിൽ പങ്കെടുക്കാത്ത ഏക വൈസ് ചാൻസലർ കൂടിയാണ് നിലവിൽ സുഷമ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇവരെ മലയാളം സർവകലാശാലയിലെ വൈസ് ചാൻസലറായി നിയമിക്കുകയും ചെയ്തത്. മലയാളം സർവകലാശാല നിയമപ്രകാരം താൽക്കാലിക VCയുടെ ഒഴിവിൽ നിയമനം നടത്തുന്നതിന് ചാൻസലർ കൂടിയായ ഗവർണർക്ക് സർക്കാരിന്റെ ശുപാർശ ആവശ്യമില്ല എന്നുള്ളതാണ്. ആ പാനലിൽ നിന്ന് തന്നെ ഈ വൈസ് ചാൻസലറെ നിയമിക്കണം എന്ന കാര്യത്തിൽ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറക്കുകയും വിദ്യാഭ്യാസ മന്ത്രിക്ക്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അധികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സർവകലാശാല ഭേദഗതി ബില്ല് നിലവിൽ എന്ത് ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് ഗവർണർ ഇതുവരെ കടന്നിട്ടില്ല. ഒരുപക്ഷെ അത് രാഷ്ട്രപതിക്ക് അയക്കും. തന്റെ അധികാര പരിധിയിൽ കൂടി കടന്നു കയറുന്ന വിഷയമായതിനാൽ അത് രാഷ്ട്രപതിക്ക് കൈമാറും എന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദിവസം തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സമയത്താണ് സർക്കാർ താൽക്കാലിക VC നിയമനത്തിനായി മലയാളം സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിനായി ഒരു പട്ടിക, 3-അംഗ പട്ടിക ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ എന്ത് തീരുമാനം എടുക്കുന്നത് എന്നത് രാഷ്ട്രീയ പ്രസക്തമാണ്. എന്തായാലും നിലവിൽ ഒരു തർക്കത്തിലേക്ക് ചില സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർ സർക്കാരുമായി കടന്നിട്ടുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ തന്നെ നിലവിൽ ഈ മലയാളം സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമിക്കുന്ന കാര്യത്തിലുള്ള ഗവർണറുടെ നിലപാട് അത് രാഷ്ട്രീയമായും ഏറെ ചർച്ചയാവുന്നതായിരിക്കും.